ഹലോ വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബുട്ടസ്. ഇന്ന് നമ്മുടെ കോട്ടൺ എംബ്രോയ്ഡറി സാരീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സാരീസിൻ്റെ കളക്ഷൻ ഇന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് പതിവ് പോലെ തന്നെ 875 രൂപയാണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി സാരീസാണിത്. കോട്ടൺ ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. കുറച്ച് സ്റ്റാഷ്ഡ് ഫോമിലുള്ളൊരു കോട്ടൺ ആണ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളിൽ ആവശ്യമുള്ളവർ മാത്രം, കൂടുതൽ സ്റ്റാർച്ച് വേണമെന്ന് ഉള്ളവർ മാത്രം സ്റ്റാർച്ച് ചെയ്തെടുത്താൽ മതി. മിക്കവാറും പേർക്ക് സാരിയിലെ തന്നെ സ്റ്റാർച്ച് കൊണ്ട് സഫീഷ്യൻ്റ് ആയിരിക്കാനാണ് സാധ്യത. കുറവുണ്ടെന്ന് തോന്നുന്നവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കാണാം. ഫസ്റ്റ് വൺ, ഞാൻ ഈ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ഡീപ്പ് റെഡ് കളറിലെ സാരിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനും കുറച്ചുകൂടെ ഒരു ഡാർക്കർ ടോണിലാണ് റെഡ് കളർ വരുന്നത്. വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്ലൗസ് പീസും കൂടെ കൂട്ടിയാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും സഫീഷ്യൻ്റ് ആയിട്ട് മുന്താണിയുണ്ട്. ഫ്രണ്ടിൽ ഒരു 6-7 പ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. താഴെ പ്ലീറ്റ്സിൻ്റെ പോർഷനിലായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കാണാം. ആ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ചുറ്റി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഇതിടുന്ന ആ ഭാഗത്തായിട്ടെല്ലാം വരുന്നതാണ്. ഈ പോർഷനിലും എല്ലാം എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ്. അത് ഈ ബാക്ക് സൈഡിലും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ 6:30 ഈ സാരീസിൻ്റെ ലെങ്ത്ത് വരുന്നത്. 6:30 ലെങ്ത്തും യൂസ് ചെയ്ത് നിങ്ങൾ ഡ്രേപ്പ് ചെയ്താൽ നല്ല സുഖകരമായിട്ട് നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റും. നല്ലപോലെ പ്ലീറ്റ്സ് ഫ്രണ്ടിലും കിട്ടും. ഇവിടെ നമ്മൾ മുന്താണി ഇടുന്ന ഭാഗത്ത് നല്ല ലെങ്ത്തിൽ തന്നെ മുന്താണി പിടിക്കാനും പറ്റും. അതല്ല നിങ്ങൾക്കിനി സാരിയുടെ തന്നെ ബ്ലൗസ് പീസ് വേണമെന്നുള്ളവർ, ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണമെന്നുള്ളവർ അതിനനുസരിച്ച് സാരിയുടെ ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തോളുക. ചിലർക്കിപ്പോൾ 80 സെൻറ്റിമീറ്ററിൻ്റെ ബ്ലൗസ് പീസ് മതിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 5.5 മീറ്ററിൻ്റെ സാരി കിട്ടും. ചിലർക്ക് 1 മീറ്ററും ബ്ലൗസ് പീസിന് വേണമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 5:30 സാരിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 1 മീറ്ററിൻ്റെ ഒരു ലൈനിങ് ക്ലോത്തോ മറ്റോ ഫ്രണ്ടിൽ നമ്മൾ കുത്തുന്ന ഈ പോർഷനിൽ സിമിലർ കളറിൻ്റെ എടുത്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ മറന്നു പോകരുത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യും. കഴിയുന്നതും നിങ്ങളുടെ കയ്യിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസസ് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഡ്രേപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളത് കൊണ്ടാണ് ഈ സാരീസ് കാണിക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ ഇത്തരം കാര്യങ്ങൾ എടുത്ത് പറയാറുള്ളത്. കാര്യം എംബ്രോയ്ഡറി വർക്കോട് കൂടിയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പം നാച്ചുറലി നിങ്ങൾ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ സാരിയുടെ ലെങ്ത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓരോ സാരീസായിട്ട് കാണാം. അടുത്ത സാരി വരുന്നത് ഇങ്ങനെ ഒരു ബേബി പിങ്ക് കളറിലാണ് വരുന്നത്. വളരെ ലൈറ്ററായിട്ടുള്ളൊരു ടോണാണ്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന അമ്മമാർക്കൊക്കെ നന്നായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള സാരീസാണ്. ഒത്തിരി ഡാർക്ക് കളേഴ്സ് ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ചേരുന്ന ഒരു സാരിയാണ്. വളരെ ലൈറ്റർ ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. അതിലിങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു മെഹന്തി ഗ്രീൻ കളറിലെ ലീവ്സും മെഹന്തി ഗ്രീൻ മിക്സ്ഡ് വിത്ത് വൈറ്റ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ലീഫിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. സാരിയുടെ പല്ലു പോർഷൻ ഇത്രയും ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ സാരിക്ക് ബ്ലൗസ് പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് പോർഷനിൽ ഇതുപോലെ നമ്മുടെ സാരിയുടെ ബോഡിയിൽ ഏത് വർക്കാണോ ഉള്ളത് അതേ ഒരു വർക്ക് ബ്ലൗസ് പീസിൻ്റെ 2 സ്ലീവ് പോർഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. 875 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. 50 രൂപ ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്തുണ്ടായിരിക്കും. കേരളത്തിന് പുറത്താണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് പറയുന്നതായിരിക്കും. 875. അടുത്ത കളറും ഒരു ലൈറ്റർ ടോണിൽ വരുന്നൊരു കളറാണ്. ലൈറ്റർ ഒരു ചട്നി കളർ പോലെ വരുന്ന കളറാണ്. ഈ കാണുന്നതിനും ഒരല്പം കൂടെ ഡാർക്കർ ടോൺ ആയിരിക്കും. നേരിൽ കാണുമ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളറൊന്നുമല്ല. ലൈറ്റർ ഒരു സാൻഡൽ കളറെന്നോ ലൈറ്റർ പീച്ചെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു കളറാണ്. അതിൽ ഇങ്ങനെ ഒരു റെഡ് ആൻഡ് ഗ്രീനിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. സാരിയുടെ 2 പാർട്ടിലും ആ വർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ.
പിന്നെ ഈ സാരീസ് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസ് വരുമ്പോൾ അതിൽ എംബ്രോയ്ഡറി വർക്കും കൂടെ ഹാൻഡ് വർക്കായിട്ട് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ത്രെഡിന് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ചെറുതായിട്ട് ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അതൊന്നും ഡാമേജ് അല്ല. അത് ഇത്തരം ഹാൻഡ് വർക്ക് ചെയ്തു വരുന്ന സാരീസിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടല്ലോ, ഇത് ചെയ്യാനായിട്ട് ഇതിലൊന്ന് വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇത് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് കളറിലെ ഒരു പെൻസിൽ ഓർ സംതിങ്. അപ്പോൾ അതിൻ്റെ ചിലപ്പം ചെറിയ പാടൊക്കെ ഇവിടെ സാരീസിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ മാർക്കിങ്സ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് വാഷ് ചെയ്താൽ പോകുന്നതേ ഉള്ളൂ. അതൊന്നും ഡാമേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. അത് ഈ ഹാൻഡ് വർക്ക് വരുന്ന സാരീസിൽ, പ്രത്യേകിച്ച് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ വരുന്ന സാരീസിൽ കോമൺ ആയിട്ട് വരുന്നതാണ്. 875 രൂപ. അടുത്തത് നല്ലൊരു ബ്ലാക്ക് സാരിയാണ്. ബ്ലാക്കിൽ ഇങ്ങനെ ഒരു റെഡ് ആൻഡ് ബ്രൗൺ കളറിലെ വർക്കാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സാരിയുടെ ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഫ്ലവർ ഡിസൈൻ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ, ഈ ഒരു വർക്കോട് കൂടി ബ്ലൗസ് പീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാരി ഫുൾ ലെങ്ത്തിൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്ലീവ് വരുന്ന പോർഷൻ മാത്രം ബ്ലൗസിൽ നിന്ന് കട്ട് ചെയ്ത് നിങ്ങൾ ഈ കളറിലെ ബോഡി കളറിലെ ഒരു ബ്ലൗസ് പീസ് 1 മീറ്ററോ 1/10 അങ്ങനെ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് വാങ്ങിയിട്ട് ഈ സ്ലീവ് വരുന്ന പോർഷൻ മാത്രം, സ്ലീവ് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചാലും സാരിക്ക് നല്ല ലെങ്ത് ഒന്നും കുറഞ്ഞു പോകാതെ തന്നെ നിങ്ങൾക്ക് സാരിയും ഡ്രൈപ്പ് ചെയ്യാം, ഇതിലെ തന്നെ ബ്ലൗസ് പീസ് ഉപയോഗിക്കുകയും ചെയ്യാം. 875 രൂപ. ഒരുപാട് നാളായി നമ്മൾ വൈറ്റ് സാരീസ് കാണിച്ചിട്ട്. ഇതാണ് വൈറ്റ് സാരി വരുന്നത്. ഇത്തവണത്തെ വൈറ്റിലൊരു പിങ്ക് ഫ്ലവർ ഡിസൈനിലാണ് സാരി പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്ത സാരി വരുന്നത് വൈറ്റിൽ ഇങ്ങനെ പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലെ എംബ്രോയ്ഡറി വരുന്ന സാരീസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയും. അടുത്ത സാരി വൈറ്റിൽ ഇങ്ങനെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അടുത്ത സാരി ഇങ്ങനെ ഒരു ചിക്കു കളറിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലെ ത്രെഡ് വർക്ക് വരുന്ന സാരിയാണ്. സാരിയുടെ കളർ വരുന്നത് ഒരു ചിക്കു ടോണിലാണ് വരുന്നത്, ലൈറ്റർ ചിക്കു ടോണിൽ. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് ഇവിടെ എന്ത് ഡിസൈനാണോ അത് തന്നെയായിരിക്കും ബ്ലൗസ് പീസിൽ വരുന്നത്, വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ സാരിയുടെ ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഫ്ലവേഴ്സും കാണും. വരുന്നത് ലെമൺ യെല്ലോ വിത്ത് ബ്രൗൺ കോമ്പിനേഷനിലാണ്. യെല്ലോ കളർ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കുറച്ചൊരു ലൈറ്റർ ടോണിലായിരിക്കും വീഡിയോയിൽ വരുന്നത്. ഈ കാണുന്നതിലും ഒരല്പം കൂടെ നിറം നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരിക്കും. ഫ്ലൂറസൻ്റ് യെല്ലോ അല്ല, ലെമൺ യെല്ലോ തന്നെയാണ്, പക്ഷേ കടുപ്പം ഒരല്പം കൂടുതലുണ്ടായിരിക്കും. ഇത്രയും ലൈറ്റ് ചിലപ്പം നിങ്ങൾ സൺലൈറ്റിൽ ഡയറക്റ്റ് കാണുമ്പോൾ ആയിരിക്കണമെന്നില്ല. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അടുത്ത സാരി വരുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് പിങ്ക് ടോണിലാണ്. നേരത്തെ കാണിച്ചത് ബേബി പിങ്ക് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ കടുപ്പമുള്ളൊരു പിങ്ക് കളറാണ്. എന്നും പറഞ്ഞ് ഭയങ്കര നിറമൊന്നുമല്ല, എന്നാലും ആദ്യം കാണിച്ചതിൽ നിന്നും കുറച്ചുകൂടെ നിറമുണ്ട്. അതിലിങ്ങനെ ബ്ലൂ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, അങ്ങനെ യെല്ലോ, അങ്ങനെ പല ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. 875 രൂപ. അടുത്ത സാരി നല്ലൊരു റാണി പിങ്ക് ടോണിലാണ് വരുന്നത്. അതിലിങ്ങനെ
ഒരു വൈറ്റ് ആൻഡ് മെഹന്തി ഗ്രീൻ കളറിലെ ഫ്ലവർ വർക്കാണ് വന്നിട്ടുള്ളത്. സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നല്ല കളറാണിത്, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു റാണി പിങ്ക് കളറാണ്. അടുത്ത സാരി വരുന്നത് ഇങ്ങനെ ഒരു പാരറ്റ് ഗ്രീൻ വിത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. റെഡും വൈറ്റും ചേർന്ന ഫ്ലവേഴ്സാണ് ഇതിലുള്ളത്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ₹875. അടുത്ത സാരി വരുന്നത് നല്ലൊരു ക്യാരറ്റ് റെഡ് കളറിലാണ്. അതിലിങ്ങനെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ഇതും നല്ല ഒരു കുറച്ചൊരു ഡാർക്കായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ, ലൈറ്റ് അല്ല, ഇച്ചിരി നന്നായിട്ട് ഉള്ളൊരു കളർ തന്നെയാണ്. ₹875. അടുത്ത സാരി വരുന്നത് ഒരു യെല്ലോ ടോണിലാണ് വരുന്നത്. ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. അതിലിങ്ങനെ ഗ്രീൻ കളറിലെ വർക്കാണ്, ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. യെല്ലോ കളറ് ഇഷ്ടമുള്ളവർക്ക് പറ്റുന്നൊരു സാരിയാണ്. നല്ല ചിലർക്ക് യെല്ലോ വലിയ താല്പര്യമില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ എടുക്കരുത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ തന്നെയാണ് കേട്ടോ. അതിൽ ഗ്രീൻ കോമ്പിനേഷൻ. സിംഗിൾ കളറിലെ ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, വേറെ കളറൊന്നുമില്ല. ഈ ഒരു ഗ്രീൻ തന്നെയാണ് ഫുള്ളും. പല്ലു വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് ഇങ്ങനെ. ഈ സാരി ഒരു ഓറഞ്ച് ടോണിലാണ് വരുന്നത്. വീഡിയോ കാണുമ്പോൾ യെല്ലോ ആയിട്ട് തോന്നിയാലും ഇത് ശരിക്കും നല്ല മാമ്പഴ മഞ്ഞ കളർ. ഈ കാണുന്ന നല്ല മാമ്പഴ മഞ്ഞ കളറാണ്. അതിലിങ്ങനെ ഗ്രീൻ കളറിലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ആദ്യം കാണിച്ച സാരി പക്ക യെല്ലോ ആണ്. ഇതാണ് രണ്ട് സാരിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് പക്ക ഒരു യെല്ലോ ഷെയ്ഡാണ്, ഇതൊരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള യെല്ലോ ആണ്. വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിച്ച് കാണിച്ചത്. ഇത് ശരിക്കും യെല്ലോ, പ്യുവർ യെല്ലോ ടോണിൽ വരുന്നതാണ്. ഇതൊരു മാമ്പഴ മഞ്ഞ എന്ന് നമ്മൾ പറയുന്ന ആ കളറും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് വീണ്ടും ഒരു ബ്ലാക്ക് സാരിയാണ്. ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് വൈറ്റ് അങ്ങനെയൊക്കെ കോമ്പിനേഷൻ വരുന്ന ഒരു ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലു. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. റാണി പിങ്ക് കളറിലെ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അടുത്തത് ₹850 ഒരു ഖാദി കോട്ടൺ സാരിയാണ്. ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് സാരി വരുന്നത്. സാരിയുടെ ബോഡിയിൽ ഇതുപോലെ മാംഗോ ഡിസൈനിലാണ് കാന്ത സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഖാദി കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ചൂടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിൻ്റെ പല്ലു പോർഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിനും ഒരു ബ്ലൗസ് പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് പോർഷനിലും ഇങ്ങനെ ഈ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. ₹850 സാരിയുടെ റേറ്റ് വരുന്നത്. അടുത്ത സാരി ഒരു ഡബിൾ കളറിലൊക്കെ വരുന്ന സാരിയാണ്. ഒരു യെല്ലോ ബ്ലൂ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണിത്. യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറ്. ഇങ്ങനെയാണ് സാരിയിൽ നോക്കിയാൽ നമുക്ക് യെല്ലോയുടെ ഒരു ഷെയ്ഡും ബ്ലൂവിൻ്റെ ഷെയ്ഡും ഒക്കെ കാണാം. അതിലിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരീസാണ്. ഹാൻഡ് വർക്ക് വരുന്നത് കാന്ത സ്റ്റിച്ചാണ് വരുന്നത്. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെ വരുന്ന വർക്കാണ് കാന്ത സ്റ്റിച്ച്. ഇങ്ങനെ വലിയ മാംഗോ ഡിസൈനിലാണ് അത് വരുന്നത്. ഇതൊരു ലൈറ്റർ ബ്ലൂ ടോണിലും ഒരു വൈറ്റ്, അങ്ങനെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ആ മാംഗോ വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിലും റിച്ചായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർച്ച് ചെയ്ത് വെയർ ചെയ്യേണ്ട സാരീസാണ്. സ്റ്റാർച്ച് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു
തളർന്ന രീതിയിൽ കിടക്കത്തുള്ളൂ. നല്ല സ്റ്റിഫായിട്ട് നമ്മൾ ആദ്യം കാണിച്ച കോട്ടൺ സാരീസ് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സ്റ്റാർച്ച് ചെയ്ത് വേണം വെയർ ചെയ്യാൻ. ഇനി ചിലർക്ക് ഈ ഒരു രീതിയായിരിക്കും ഇഷ്ടം, ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന രീതി ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് വെയർ ചെയ്യാം. 850 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. ഈ സാരിക്കും ബ്ലൗസ് പീസ് ഉണ്ട്. ഇങ്ങനെ ഖാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത സാരി വരുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാണ് വരുന്നത്. അതിലിങ്ങനെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലെ കാന്ത സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. ഇത് ഈ പല്ലുവിൻ്റെ പോർഷനിൽ വരുമ്പോഴാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മാംഗോ സ്റ്റിച്ചും ഈ ഒരു ലീഫിൻ്റെ ഡിസൈനും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. സാരിയുടെ ബോഡിയിലാണെങ്കിൽ അതിങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും, ഇങ്ങനെ കുറച്ചുകൂടെ ഒരു അകലത്തിലായിരിക്കും. അപ്പം ഈ ഒരു മാംഗോ സ്റ്റിച്ച് കഴിഞ്ഞ് കുറച്ചൊരു അകലത്തിലായിരിക്കും അടുത്തത് വരുന്നത്. ബോഡിയിൽ അങ്ങനെയാണ്, പല്ലുവിലാണ് അടുപ്പിച്ച് വരുന്നത്. നല്ല ഡാർക്കായിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ബ്ലാക്ക് കളറിലാണ്. അതിലിങ്ങനെ പാരറ്റ് ഗ്രീൻ കളറിലെ ത്രെഡ് വർക്കും മെറൂൺ കളറിലെ ഇങ്ങനെ 2 കളറിലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. സാരിയുടെ ബോഡിയിലും അതുപോലെ തന്നെ ഇങ്ങനെ 2 കളർ മാറി മാറിയുള്ള ലീഫ് ഡിസൈൻ പോയിട്ടുണ്ടായിരിക്കും. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സാരീസ് ഒന്ന് സ്റ്റാർച്ച് ചെയ്ത് വെയർ ചെയ്താലായിരിക്കും അതിൻ്റെ നല്ല ഭംഗിയിൽ നമുക്കത് ഉടുക്കാൻ പറ്റുന്നത്. അടുത്ത സാരി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ത്രെഡ് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലെ ത്രെഡും മെറൂൺ ത്രെഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു മാംഗോ ഡിസൈനിലാണ് വരുന്നത്. സാരിയുടെ ബോഡിയിലും അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ലീഫ് ഡിസൈൻ ആ മെറൂൺ കളറിലും ബ്ലൂയിഷ് ഗ്രീൻ കളറിലുമാണ് വരുന്നത്. ഒരു രാമ ഗ്രീൻ പോലൊരു കളറ്. ഇതിൽ ഏത് സാരി നിങ്ങൾക്കൊരു മെറൂൺ കളറിലെ ബ്ലൗസ് ഉണ്ടെങ്കിൽ പെയർ ചെയ്യാൻ പറ്റും. മെറൂൺ ആണെങ്കിലും കുഴപ്പമില്ല, റാണി പിങ്ക് ആണെങ്കിലും നന്നായിട്ട് ചേർന്ന് പൊക്കോളും. നെക്സ്റ്റ് സാരി ഇതാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ സാരി വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. അതിലിങ്ങനെ കോട്ട ഡിസൈനിലാണ് സാരി വരുന്നത്. ആ സാരീസിൽ ഇങ്ങനെ കാന്ത സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സാരീസാണ്. മാംഗോ ഡിസൈനിലാണ് കാന്ത സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബീച്ച് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സ്റ്റിച്ച് വരുന്നത്. അതുപോലെ തന്നെ ബോഡിയിലും അങ്ങനെ മാറി മാറിയുള്ള കളർ ടോണിലായിരിക്കും ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. കോട്ട ആയതുകൊണ്ട് തന്നെ സിംഗിൾ പ്ലീറ്റിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, ഉടുക്കാവുന്നതേ ഉള്ളൂ. തീരെ ലൈറ്റ് അല്ല, നല്ല കോട്ടൺ ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1150 രൂപയാണ്. ഈ സാരിക്കും ബ്ലൗസ് പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള സാരീസാണ്. ലെങ്ത്തിന് ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സാരിയാണിത്. അടുത്ത സാരി വരുന്നത് നല്ല ചന്തേരി കോട്ടൺ സിൽക്ക് സാരിയാണ്. അതിലിങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ്. ഒരു ഗ്രീൻ ടോണിലാണ് സാരി വരുന്നത്. അതിലിങ്ങനെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത്. മുന്താണി പിടിച്ചിടുന്ന ആ ഒരു പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഫുൾ നിറഞ്ഞിങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരും. പല്ലുവിലും അതുപോലെ റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ചന്തേരി കോട്ടൺ സിൽക്കാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ഇതിന് ബ്ലൗസ് പീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്.
സ്ലീവിൻ്റെ പോർഷനിൽ വരുന്ന വർക്കാണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള സാരീസാണ്. 1450 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയ കുറേ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.